ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഏനമാവ് കോൾപ്പടവിൽ നെൽകൃഷി ഉപ്പുവെള്ള ഭീഷണിയിൽ. നാമക്കൽ ഫേസ് കനാലിൽ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ഉപ്പിന്റെ സാന്നിധ്യം വ്യാപകമായത്. പാലപ്പിള്ളി മുപ്പിളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് മേഖലയിൽ പുലിയിറങ്ങുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. ചട്ടലംഘനം നടത്തി മേയർ കൌൺസിൽ യോഗം വിളിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മേയറുടെ കസേര നടുത്തളത്തിൽ കൊണ്ടിട്ടു. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന്. ദർശന പുണ്യം തേടി 10,000. പാപമോക്ഷ പുണ്യം തേടി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പുനർശനി നൂണ്ട് വിശ്വാസികൾ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. ഏനമാവ് മേഖലയിലെ നെൽകൃഷി ഉപ്പുവെള്ള ഭീഷണിയിൽ. നാമക്കൽ ഫേസ് കനാലിൽ ജലനിരപ്പ് 40 സെന്റിമീറ്ററിലും താഴ്ന്നതോടെയാണ് ഉപ്പിന്റെ സാന്നിധ്യം വ്യാപകമായത്. കോൾചാലുകളിലെ ചണ്ടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയത് ഉപ്പുവെള്ളം വ്യാപകമായതിന് തെളിവാണെന്ന് പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ചൂണ്ടിക്കാട്ടുന്നു. ഫേസ് കനാലിലെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് പമ്പ് ചെയ്താൽ കൃഷി കരിഞ്ഞുണങ്ങും. വെങ്കിടങ്, മുല്ലശ്ശേരി, തോളൂർ പഞ്ചായത്തുകളിലായി 10,000-ലേറെ ഏക്കർ നെൽകൃഷിയാണുള്ളത്. ഏനാമാക്കൽ റെഗുലേറ്ററിന്റെ എല്ലാ ഷട്ടറുകളും അടച്ചിട്ടുണ്ടെങ്കിലും കാലപ്പഴക്കം മൂലം റെഗുലേറ്റർ ഷട്ടറുകൾക്ക് ചോർച്ചയുള്ളതിനാൽ വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം വൻതോതിൽ ഫേസ് കനാലിലേക്കും തുടർന്ന് കോൾപ്പാടങ്ങളിലേക്കും പ്രവേശിക്കുകയാണ്. പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ എല്ലാ വർഷവും നിർമ്മിക്കാറുള്ള താൽക്കാലിക വളയം ബണ്ടിന്റെ നിർമ്മാണം ഏനാമാവിൽ ഇനിയും പൂർത്തിയായിട്ടില്ല. ചിമ്മിനി ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ട് ഏനാമാവ് ഫേസ് കനാലിൽ ജലനിരപ്പ് ഉയർത്തിയാലേ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം കുറയ്ക്കാനാകൂ എന്ന് കർഷകർ പറയുന്നു. ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. പാലപ്പിള്ളി മുപ്പിളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത്. മുപ്പിളി സ്വദേശി കരിമ്പനയ്ക്കൽ അലവയുടെ പശുവിനെയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. മുപ്പിളി എസ്റ്റേറ്റിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമീപത്താണ് പുലി ഇറങ്ങിയത്. പശുവിന്റെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കുണ്ടായി, ചൊക്കന എന്നീ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങിയത്. കഴിഞ്ഞ മാസം പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെ പുലി ആക്രമിച്ച് കൊന്നിരുന്നു. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്ത് പുലിയുടെ ആക്രമണം കൂടി പതിവായതോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ വനാതിർത്തിയിൽ കിടങ്ങുകൾ തീർക്കണമെന്നും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV, പുതുക്കാട്. ചട്ടലംഘനം നടത്തി മേയർ കൌൺസിൽ യോഗം വിളിച്ചെന്ന് ആരോപിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിൽ ഹാളിൽ മേയറുടെ ചെയർ ടേബിളിന് മുകളിൽ കയറ്റിവെച്ചും നടുത്തളത്തിൽ കൊണ്ടിട്ടും പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ മേയർ കൌൺസിൽ യോഗം വിളിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിൽ ഹാളിലെത്തി പ്രതിഷേധം ആരംഭിച്ചു. മേയറുടെ ഇരിപ്പിടം ടേബിളിനു മുകളിൽ കയറ്റിവെച്ച് മുദ്രാവാക്യം വിളിച്ചും നടുക്കളത്തിൽ കൊണ്ടിട്ടും 1 മണിക്കൂറിലേറെ സമയം പ്രതിഷേധിച്ചു. കൌൺസിലിന്റെ പരിഗണനയുള്ള മിക്ക അജണ്ടകളും മേയർ മുൻകൂർ അനുമതി കൊടുത്തിട്ടുള്ളതാണെന്നും അഴിമതി തന്നെയായിരുന്നു ഈ കൌൺസിലിന്റെ ലക്ഷ്യമെന്നും അത് അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിയാണ് മേയറും സെക്രട്ടറിയും ചേർന്ന് നിയമവിരുദ്ധമായി കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തതെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. കൌൺസിൽ യോഗം വിളിച്ച് അരമണിക്കൂറിനകം യോഗം ചേർന്നില്ലെങ്കിൽ
യോഗം പിരിച്ചുവിട്ടതായി കണക്കാക്കും എന്നതിനാൽ 11:40 കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധം അവസാനിപ്പിച്ചു മടങ്ങി. പ്രതിഷേധം കണക്കിലെടുത്ത് മേയറോ ഭരണപക്ഷ കൌൺസിലർമാരോ കൌൺസിൽ യോഗത്തിന് എത്തിയിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ കോർപ്പറേഷനിലുണ്ടായിരുന്ന മേയർ അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. ദശമി ദിവസമായ ഇന്നലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 30 ദിവസമായി നടന്നുവരുന്ന വിളക്കാഘോഷങ്ങൾക്ക് ഏകാദശിയോടെ പരിസമാപ്തിയാകും. ദേവസ്വം വക ഉദയാസ്തമന പൂജയോടുകൂടിയാണ് ഏകാദശി ദിവസത്തെ വിളക്കാഘോഷം. രാവിലെ നടന്ന കാഴ്ച ശീവേലിയിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണുവും ചെന്താമരാക്ഷനും പറ്റാനകളായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രങ്ങളിലേക്ക് 3 ആനകളോടെ എഴുന്നള്ളിപ്പായിരുന്നു. പല്ലശ്ശേന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരവും ഉണ്ടായിരുന്നു. ദശമി ദിവസമായി ഇന്നലെ പുലർച്ചെ തുറന്ന ക്ഷേത്രനട ഇനി പൂജകൾക്കല്ലാതെ നാളെ രാവിലെ 8 വരെ അടയ്ക്കില്ല. തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പ് ഉണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് 11 തുടങ്ങി വെളുപ്പിന് 2 സമാപിക്കുക. നാളെ രാവിലെ ദ്വാദശി ഊട്ടുകഴിഞ്ഞ് ശുദ്ധിക്ക് ശേഷം ഗോപുരവാതിൽ അടയ്ക്കും. പിന്നീട് വൈകിട്ട് 3:30 മാത്രമേ തുറക്കുകയുള്ളൂ. ക്ഷേത്രത്തിനകത്ത് ശീവേലി അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നടക്കും. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്തില്ല. ദ്വാദശി ദിവസമായ നാളെ പുലർച്ചെ വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസി തീർത്ഥം സേവിക്കുന്നതോടുകൂടിയാണ് ഏകാദശി വ്രതം പൂർണ്ണമാകുക. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴലിന് വൻ ഭക്തജന പ്രവാഹം. വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണ് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത്. ഇന്ന് പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രം ജീവനക്കാരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഇന്ന് രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. എക്സ്റേ യൂണിറ്റിലെ AC കംപ്രസർ യൂണിറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടക്കുന്ന സമയത്ത് റൂമിലുണ്ടായിരുന്ന ജീവനക്കാരിയായിരുന്ന സുൽഫത്ത് സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുന്നത് കണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിയോടി. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കൊണ്ടാഴിയിൽ വീടിന് തീപിടിച്ചു. കാട്ടാളത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഭാര്യ അമ്മീണയുടെ വീടിനാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടിച്ചത്. വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ അപകടം ഒഴിവായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അമ്മയും മകനും കുട്ടികളും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിനു നേരെ ഗുണ്ടെറിഞ്ഞു. ചൊവ്വല്ലൂർ പടി സെന്ററിലെ ആദിലക്ഷ്മി ഹോട്ടലിനു നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഗുണ്ടെറിഞ്ഞത്. സ്കൂട്ടറിലെത്തിയ യുവാവ് ഗുണ്ട് കത്തിച്ച് ഹോട്ടലിലേക്ക് എറിഞ്ഞ ശേഷം രക്ഷപ്പെട്ടു. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി വരികയായിരുന്ന കുട്ടിയുടെ ദേഹത്ത് തട്ടിയ ഗുണ്ട് തെറിച്ചുപോയി. ഹോട്ടലിന് പുറത്ത് ഗുണ്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വില കുറച്ചു. സിലിണ്ടറിന് 10 രൂപയാണ് കുറച്ചത്. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1587 രൂപയായി. വിലക്കുറവ് ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ എന്നിവയ്ക്ക് ആശ്വാസമാകും. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്.
തൃശൂർ കോർപ്പറേഷന്റെ 31ാം ഡിവിഷനായ ഉല്ലൂരിൽ പോര് കനക്കുന്നു. വികസന വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാണ്. തൃശൂർ കോർപ്പറേഷൻ 31ാം ഡിവിഷൻ ഒല്ലൂരിൽ തിരഞ്ഞെടുപ്പാവേശം ഉയരുകയാണ്. മത്സരാർത്ഥികളായ LDF, UDF, NDA സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഒല്ലൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു പെൺപുലിയാണ്, നിമ്മി റപ്പായി. എവിടം വരെയായി പ്രചരണ പ്രവർത്തനങ്ങൾ? പ്രചരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഡിവിഷനിൽ ഒരു പുതുമുഖമല്ല. കാരണം 50% ജനങ്ങൾ എന്നോടൊപ്പം കഴിഞ്ഞ വർഷം എൻ്റെ സേവനം ലഭിച്ചിട്ടുള്ളവരാണ്. ഈ 50% ഈ ഒല്ലൂരിലെ ഡിവിഷനിൽ താമസിക്കുന്നവർ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 100% ആൾക്കാരും എന്നെ അറിയുന്നവരായതുകൊണ്ട് എനിക്ക് പ്രചരണ പ്രവർത്തനങ്ങളിൽ വലിയ മുൻതൂക്കം തന്നെ നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ ഇനി വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് പ്രവർത്തനങ്ങൾ, ഈ 5 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്യാനായിട്ട് എനിക്ക് ഇവിടെ വിജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും സാധിക്കും. വെള്ളം, വെളിച്ചം, റോഡ് ഇതെല്ലാം നവീകരിക്കേണ്ടടുത്ത് നവീകരിക്കുകയും അതുപോലെ പെൻഷൻ കിട്ടാത്തവർക്ക് പെൻഷൻ കൊടുക്കുകയും പിന്നെ എന്തൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഈ ഒല്ലൂർ ഡിവിഷനെ ഒരു പുതിയ ഭാഗമായി മാറ്റും, പുതിയൊരു ഡിവിഷനായി മാറ്റാനായിട്ട് 100% എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകും. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ? തീർച്ചയായും. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ അവർ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും എന്നോടൊപ്പമുണ്ട്. തീർച്ചയായും എന്നെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ കുടുംബം തന്നെയാണ്. 31ാം ഡിവിഷൻ ഒല്ലൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കരോളി ജോഷിയാണ്. ആളൊരു പുതുമുഖമല്ല, ഇതിനു മുന്നേ 2 തവണയും നിന്ന് ജയിച്ച ഒരാൾ കൂടിയാണ്. എവിടം വരെയായി പ്രചരണ പ്രവർത്തനങ്ങൾ? ഇപ്പോൾ 2ാം സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരുടെയും നല്ല സഹകരണവും അനുഗ്രഹവും എല്ലാം ഉണ്ട്. ഇതിനു മുന്നേ 2 തവണ വിജയിച്ച കാരണം ഇത്തവണയും 100% വിജയപ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും 2 തവണ വിജയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനവും 2 തവണയും കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ തവണയും വിജയമുണ്ടാകുന്നു, ഉറപ്പാണ്. ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ എന്തെല്ലാം തരം വികസനങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത്? നമ്മളുടെ ഈ പ്രാവശ്യത്തെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് വികസനം നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റോഡ് ടാറിങ്, ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളായ നമ്മളുടെ കുടിവെള്ളം, അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ? വീട്ടിൽ നിന്നുമുള്ള പരിപൂർണ സപ്പോർട്ട് കൂടി തന്നെയാണ് ഈ 3 ടേമിലും എനിക്ക് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 2 ടേമിൽ ജയിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. 25 വർഷമായി രാഷ്ട്രീയത്തിൽ സജീവമായ ഒരാളാണ് ഒല്ലൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്, രേഖ പ്രകാശൻ. എവിടം വരെയായി പ്രചരണം? 2 റൗണ്ട് കഴിഞ്ഞു. ഇനി ഒരു റൗണ്ടും കൂടി ചെയ്ത് ഞങ്ങൾ പൂർത്തീകരിക്കും. പിന്നെ ഒല്ലൂരിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. സുരേഷ് ഗോപി കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഏത് തരം വികസനമായിരിക്കും ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത്? ആദ്യം നടപ്പിലാക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ളത് ആദ്യം നടപ്പിലാക്കി, അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിടിക്കുകയും. ഇപ്പോൾ വീട്ടിലൊക്കെ നല്ല രീതിയിൽ വീട്ടിലും ഉണ്ട്. ചെല്ലുന്നിടത്തൊക്കെ ഞങ്ങളെ സ്വീകരിച്ചെടുത്ത് എന്താ സ്വീകരണം എന്നറിയോ, അത് കാരണം നല്ലൊരു സന്തോഷം, ഇറങ്ങാൻ തന്നെ നല്ലൊരു സന്തോഷം. ഇപ്പൊ നാട്ടുകാരായാലും പറയുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ജയിക്കാൻ? ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ. പിന്നെ സുരേഷ് ഗോപിയുടെ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അതന്നെ വേണ്ടത്, സുരേഷ് ഗോപിക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ ഇരുത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തി തരണം. എന്നോട് കയറിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന്. അത്രയും ഇൻട്രസ്റ്റാണ് ഇവിടെ ഉള്ളവർക്ക്. അപ്പോൾ ഒരു 100% തന്നെ വിജയപ്രതീക്ഷയുണ്ട്. ഈ വർഷം കോർപ്പറേഷൻ ഞങ്ങൾ തന്നെ ഭരിക്കും. ഞങ്ങൾക്ക് കിട്ടി 100% ഞങ്ങൾക്ക് തന്നെ കിട്ടി. അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി കോർപ്പറേഷനിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഭരിച്ച് എല്ലാവർക്കും കാട്ടിക്കൊടുക്കാൻ. ഒല്ലൂരിലെ മത്സരരംഗം ഇങ്ങനെ ചൂട് പിടിക്കുമ്പോൾ ഇനി തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ പ്രവീണിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. ചാവക്കാട് നഗരസഭയിലെ 3ാം വാർഡിൽ ശ്രദ്ധേയമായ മത്സരമാണ് നടക്കുന്നത്. ഇരുമുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ഹാട്രിക് വിജയം കൈവരിക്കാനാണ് LDF നീക്കം. മുൻ കൗൺസിലറും CPM മുൻ ലോക്കൽ സെക്രട്ടറിയുമായ KH സലാമിനെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. UDF-നായി മുൻ നഗരസഭാ കൗൺസിലറും ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ KV ഷാനവാസാണ് മത്സര രംഗത്ത്. ശ്രീധരൻ കൂർക്കപ്പറമ്പിലാണ് BJP സ്ഥാനാർത്ഥി. KH സലാം 2005-ലും 2015-ലും 3ാം വാർഡിൽ മത്സരിച്ച് കൗൺസിലറായിരുന്നു.
വികസന തുടർച്ചയ്ക്ക് വോട്ടർമാർ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ചാവക്കാട് നഗരസഭയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഗോതയിലിറങ്ങിയിട്ടുള്ളത്. ചാവക്കാട് നഗരസഭയുടെ കഴിഞ്ഞ 20 വർഷക്കാലത്തെ വിപ്ലവകരമായിട്ടുള്ള വികസന മുന്നേറ്റങ്ങൾക്കാണ് ചാവക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഈ വാർഡിനകത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ നാട് എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണയുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ആത്മവിശ്വാസം. 3-ാം വാർഡിൻ്റെ വികസനങ്ങളും ആ നിലയിൽ കഴിഞ്ഞ തുടർച്ചയായ 20 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന അനവധി പ്രവർത്തനങ്ങളാണ് നമുക്ക് 3-ാം വാർഡിനകത്ത് നടത്താനായിട്ടുള്ളത്. 2010 4-ാം വാർഡിൽ നിന്ന് കൗൺസിലറായ ഷാനവാസ് 3-ാം തവണയാണ് മത്സരത്തിനിറങ്ങുന്നത്. 2020 4-ാം വാർഡിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ തുടർച്ചയായി LDF ഭരണമുണ്ടായിട്ടും 3-ാം വാർഡിൽ കാര്യമായ വികസനമുണ്ടായില്ലെന്ന് ഷാനവാസ് പറയുന്നു. ഈ വാർഡിലെ 3 റൗണ്ട് പ്രചരണം പൂർത്തീകരിച്ചപ്പോൾ വളരെ തികച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാർഡ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 20 വർഷമായി ചാവക്കാട് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ നഗരസഭയ്ക്ക് കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കിയെടുക്കാൻ ഈ കാലം എത്രയും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കളിസ്ഥലമില്ല, ചാവക്കാടിനൊരു ടൗൺ ഹാളില്ല, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ജനങ്ങൾ ഇവരെ വെറുത്തിരിക്കുന്നു. അത് പ്രചരണത്തിനുടനീളം നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ മനസ്സിൽ ഇവരെ ശക്തമായൊരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഈ 3-ാം വാർഡിൻ്റെ സ്ഥിതി പറയുകയാണെങ്കിൽ ഒരു നല്ല റോഡില്ല, വേണ്ടത്ര വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞാനിവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാവുന്ന ഒരു ഉറപ്പ് ഞാൻ നൽകുകയാണ്. BJPയും ഇത്തവണ സാന്നിധ്യം തെളിയിക്കാൻ മത്സരരംഗത്തുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്. വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി MR സോമനാരായണന്റെ പ്രചരണാർത്ഥം കുന്നത്തുപറമ്പ് സെന്ററിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എങ്കക്കാട് ഡിവിഷൻ കൌൺസിലർ ഷീല മുരളി അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ സ്ഥാനാർത്ഥി MR സോമനാരായണൻ, CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ്, മുൻ കൌൺസിലർ VP മധു, ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഷീല മോഹൻ, മങ്കര ഡിവിഷനിലെ സ്ഥാനാർത്ഥി S രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ 20-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി MS വിനയകുമാറിന്റെ പ്രചരണാർത്ഥം ഫുട്ബോൾ ഷൂട്ടൌട്ട് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. DYFI മുൻ മേഖലാ സെക്രട്ടറി KS സിജിത്ത്, CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ക ചന്ദ്രൻ, സിനിമാ എഡിറ്റർ സനൽ അനിരുദ്ധൻ, രഞ്ജിത്ത് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. തെക്കുംകര മലാക്കയിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകൾ പോലും തകർന്നടിയുമെന്നും ജനീഷ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് ഖണ്ടമ്മാട്ടിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PJ രാജു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, KSU ജില്ലാ സെക്രട്ടറി അക്സാൻ ഷെയ്ഖ്, അഖിൽ P സാമുവൽ, KM അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. BJP വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ബിന്ദു മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി നിത്യ സാഗർ, മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി CV അനിൽകുമാർ, PG രവീന്ദ്രൻ, അരുൺ ദാസ്, റീന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ. തൃശൂർ കോർപ്പറേഷൻ കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. അമൃത ശ്രീജിത്ത് വാഘേലിന്റെ പ്രചരണ ബോർഡുകളും ബാനറുകളുമാണ് നശിപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും പാർട്ടി നേതൃത്വം അറിയിച്ചു. ഗുരുവായൂർ നഗരസഭ 44-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി
സ്വതന്ത്ര സ്ഥാനാർത്ഥി AV ഷറഫുദ്ദീൻ പ്രകടന പത്രിക പുറത്തിറക്കി. വാഴപ്പള്ളി പേരകം പൗരസമിതിയുടെ സ്ഥാനാർത്ഥിയായാണ് ഷറഫുദ്ദീൻ. പൗരസമിതി കൺവീനർ ഡൊമിനി വാഴപ്പള്ളി സ്ഥാനാർത്ഥിക്ക് പ്രകടന പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. ചെയർമാൻ ഡോക്ടർ PA രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് PS മണി, സെക്രട്ടറി CL സണ്ണി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK തോബിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. അഗ്നിവീറിലൂടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അതുൽ കൃഷ്ണയെ NCC യൂണിറ്റ് ആദരിച്ചു. അതുൽ കൃഷ്ണയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉപഹാരം നൽകി. സുബേദർമാരായ ശശികുമാർ, നകുൽ മിർത്ത എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറാന ദേവാലയത്തിലെ വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചു. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരയൻകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. എക്സലന്റ് ഗ്രേഡ് അവാർഡ് കരസ്ഥമാക്കിയ പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KA ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ്, സിസ്റ്റർ ഡെൻസി ഡേവിസ്, കൈക്കാരൻ ആൻഡോ ചാലിശ്ശേരി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ പോളി ജോൺസൺ, PTA പ്രസിഡന്റ് ഷെണോ തട്ടിൽ, ജനറൽ കൺവീനർ പൈലി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യത്തെ ഞായറാഴ്ചയുടെ പേരാണ് ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ സിജോ കാട്ടൂക്കാരൻ കൊടിയേറ്റി. തിരുനാൾ ദിനമായ 7-ന് രാവിലെ 10-ന് നടക്കുന്ന ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുമുറ്റ ബാൻഡ് വാദ്യം അരങ്ങേറും. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന മുല്ലശ്ശേരി താണവീതി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഉത്തരം വെപ്പ് നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാറിന്റെ കാർമ്മികത്വത്തിലാണ് ശ്രീകോവിലിന്റെ ഗണ്ഡോത്തര സ്ഥാപന കർമ്മം നടന്നത്. ശിവഗിരി മഠം സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിശിഷ്ടാതിഥിയായിരുന്നു. മേൽശാന്തി ചാരുദത്തൻ, പ്രദീപ്, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് ഡി പോൾ സംഘടനാ പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി TG ജോയ്, ട്രഷറർ ജോർജ് മംഗലൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലുടനീളമുള്ള സൈക്കോളജി വിദ്യാർത്ഥികൾക്കായി തൃശൂർ ആത്രയ ആശുപത്രി സൈക്കണക്ട് 25 എന്ന പേരിൽ സംസ്ഥാനതല സൈക്കോളജി കോൺഫറൻസ് സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൈക്കോളജിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള ചലച്ചിത്രതാരം ലെന കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ആത്രയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ന്യൂറോ സർജനുമായ ഡോക്ടർ രാംകുമാർ മേനോൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ TN നിധിൻ മുരളി, വിദ്യാ കിഷോർ, സച്ചിൻ മേനോൻ, ഡേവിഡ് ജോസ്, വിശ്വനാഥൻ, ആനി കുര്യൻ താടിക്കാരൻ, എൽസ പോൾ എന്നിവർ സെമിനാറുകൾക്ക് നേതൃത്വം നൽകി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും സ്വകാര്യ ആശുപത്രികളിലെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് കോൺഫറൻസ് നടന്നത്. മനഃശാസ്ത്രത്തിന്റെ വിവിധ വശങ്ങളും ഉൾപ്രേരണകളും ആത്മഹത്യാ പ്രവണതകളും അതിനെ മനസ്സുകൊണ്ട് നേരിടേണ്ട പ്രതിവിധികളെയും കുറിച്ച് കോൺഫറൻസ് വിശദമായി ചർച്ച ചെയ്തു. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി 130-ൽ പരം സൈക്കോളജി വിദ്യാർത്ഥികളാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്. KSFE ജീവനക്കാരുടെ യൂണിയനുകളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KSFE ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി പ്രസന്ന അധ്യക്ഷത വഹിച്ചു. UP ജോസഫ്, T സുധാകരൻ, സുരേഷ് കുമാർ, റംലത്ത്, കേശവകുമാർ, ലതീഷ് എന്നിവർ സംസാരിച്ചു.
താടിക്കാരുടെ സംഘടനയായ കേരള ബിയഡ് സൊസൈറ്റിയുടെ പൊതുയോഗവും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും തൃശൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഷഫീഖ് സുലൈമാൻ പാവറട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അരുൺ എറണാകുളം, വിനീത് കരുവാരക്കുണ്ട്, സൊസൈറ്റി സ്ഥാപകൻ അനസ് അബ്ദുള്ള, ഷഫീർ അഫയൻസ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി മുർഷീദ് കോഴിക്കോടിനെയും സെക്രട്ടറിയായി ഷഫീഖ് സുലൈമാനെയും തെരഞ്ഞെടുത്തു. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി അബിൻ തിരുമേനി കാർമ്മികത്വം വഹിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 15 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തുരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KU രവി, സെക്രട്ടറി VV മുരളി, ട്രഷറർ VR രാജേന്ദ്രൻ തുടങ്ങി കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. തായ്ലൻഡിൽ നടന്ന NPC വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 മെഡലുകൾ നേടി തൃശൂർ സ്വദേശിയായ നിതിൻ ബാബു. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന അമേച്ചർ മിസ്റ്റർ ഒളിമ്പ്യ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും നിതിൻ മെഡൽ നേട്ടം കൈവരിച്ചിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനാണ് നിതിൻ ബാബു. പാവറട്ടി ലയൺസ് ക്ലബ് എയർബെഡുകളും വാക്കറുകളും വിതരണം ചെയ്തു. കാരുണ്യ സേവന പദ്ധതിയുടെ ഭാഗമായി 15 എയർബെഡുകളും 10 വാക്കറുകളുമാണ് വിതരണം ചെയ്തത്. ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് VG തോംസൺ, ജില്ലാ കോർഡിനേറ്റർ വിമൽ വേണു വിൽസന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതിൻ അശോകൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PS ഗിൽബർട്ട്, VJ തോമസ്, TI ജെയിംസ്, വനിതാ വിഭാഗം കൺവീനർ അനു തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ ഫൊറോന CLC വലക്കാവ് സെന്റ് ജോസഫ് പള്ളിയിൽ ദ്വിദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തൂർ ഫൊറോന പ്രൊമോട്ടർ ഫാദർ ബെന്നി കിടങ്ങൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാറിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി കുത്തുപാറ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ഫാദർ തോമസ് ഞാറങ്ങാട്ട് കോർ എപ്പിസ്കോപ്പൽ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. ഫാദർ സജി അറക്കൽ വചന സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം നടന്നു. കാർട്ടൂണിസ്റ്റ് മധൂസ് രചിച്ച ചിരിവരയുടെ ഉള്ളറകളിലേക്ക് ഒരു യാത്ര എന്ന പുസ്തകം പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രകാശനം ചെയ്തു. കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി പുസ്തകം ഏറ്റുവാങ്ങി. ശാസ്ത്രാവബോധ സമിതി ജില്ലാ കൺവീനർ C ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കാർട്ടൂൺ അക്കാദമി മുൻ ചെയർമാൻ പ്രസന്നൻ ആനിക്കാട്, MD അജയ് ഘോഷ്, ED ഡേവിസ്, T സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അഷ്ടവൈദ്യൻ തൃശൂർ തൈക്കാട്ട് ഉണ്ണിമൂസിന്റെ 125ാം ജന്മദിനത്തോടനുബന്ധിച്ച് SNA ഔഷധശാലയുടെ സ്ഥാപക ദിനം ആഘോഷിച്ചു. അഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ജാദവ് പ്രതാപ് റാവു ഗൺപത് റാവു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. അഷ്ടവൈദ്യൻ PTN വാസുദേവൻ മൂസ് അധ്യക്ഷത വഹിച്ചു. ആയുർവേദിക് പോയിന്റ് ഇറ്റലി ഡയറക്ടർ ഡോക്ടർ ആന്റോണിയോ മൊറാൻറ്റി ഉണ്ണിമൂസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. GS പ്രകാശ്, ശ്രീധർ രാമനാഥൻ, PV അഞ്ജലി എന്നിവർ സംസാരിച്ചു. To get a simplified registration, and 15 years of them in Europe. It is perfectly designed like Western phytotherapy that have 20 years of zero. ഏകാദശിക്ക് ഗുരുവായൂരിലെത്തിയ ഭക്തർക്കായി ലയൺസ് ക്ലബ് സംഭാര വിതരണം നടത്തി. ലയൺസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുരേഷ് K വാരിയർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ ഗിൽബർട്ട് S പാറമേൽ, സോൺ ചെയർമാൻ രാജേഷ് ജാക്ക്, സ്വപ്ന ദേവലാൽ, OT സൈമൺ, KB ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,960 രൂപ, പവന് 95,680 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഏനമാവ് കോൾപ്പടവിൽ നെൽകൃഷി ഉപ്പുവെള്ള ഭീഷണിയിൽ. നാമക്കൽ ഫെയ്സ് കനാലിൽ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ഉപ്പിന്റെ സാന്നിധ്യം വ്യാപകമായത്. പാലപ്പള്ളി മുപ്പിളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് മേഖലയിൽ പുലിയിറങ്ങുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. ചട്ടലംഘനം നടത്തി മേയർ കൌൺസിൽ യോഗം വിളിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മേയറുടെ കസേര നടുത്തളത്തിൽ കൊണ്ടിട്ടു. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇന്ന്. ദർശന പുണ്യം തേടി 10,000. പാപമോക്ഷ പുണ്യം തേടി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പുലർച്ചെ നിന്നുണ്ട് വിശ്വാസികൾ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.